ഏതെങ്കിലും ABC സെന്ററിന്റെ മുന്നിൽ പോയി നിന്ന് ഇവിടെ ഇന്നിന്ന പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അതിന് മരുന്നിന് പോലും ഒന്ന് ഈ ജില്ലയിലില്ല. ഒരുപക്ഷെ ABC സെന്റർ ഇല്ലാത്ത ഏക ജില്ലയായിരിക്കും ഇടുക്കി. ഇത് മഞ്ജുവും കീർത്തിദാസും. രണ്ടുപേരും മൃഗസംരക്ഷണ പ്രവർത്തകരാണ്. മഞ്ജുവിൻ്റെ വീട്ടിൽ മുറിവേറ്റതും ആക്രമണത്തിന് ഇരയായവരുമടക്കം 60ഓളം നായ്ക്കളുണ്ട്. ഇതിൽ 20 എണ്ണം തെരുവിൽ നിന്ന് പിടിച്ച് വന്ധീകരിച്ചവയാണ്. ABC സെന്റർ ഇല്ലാത്തതിനാൽ ഇവയെ തൻ്റെ വാടക വീട്ടിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നു. ശരിക്കും ജില്ലാ പഞ്ചായത്ത് ചെയ്യേണ്ട ജോലിയാണ് ഇവർ ചെയ്യുന്നത്. കൃത്യമായ ABC നടക്കാത്തതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ തെരുവിൽ അലയുന്ന അമ്മപ്പട്ടികൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ കുറയ്ക്കാൻ പറ്റും. വന്ധീകരണം സംബന്ധിച്ച് നമ്മുടെ കൃത്യമായിട്ട് നമുക്കൊരു വന്ധീകരിച്ച് കിട്ടുന്നില്ല ഹോസ്പിറ്റൽ വഴി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്രൈവറ്റായിട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. സർക്കാർ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സംവിധാനത്തിൻ്റെ കുറവുള്ളതുകൊണ്ട്, പിന്നെ ഓക്സിജൻ സംവിധാനമില്ല, പിന്നെ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോഴത്തേക്കുള്ള നൂല് പോലുള്ള സംഗതികൾ വളരെ പരിമിതമാണ്. അപ്പം എല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. തെരുവുനായ വന്ധീകരണ പദ്ധതിക്കായി ഓരോ പഞ്ചായത്തും 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ജില്ലാ പഞ്ചായത്തിന് നൽകുന്നുണ്ട്. എന്നാൽ ABC സെന്റർ ഇല്ലാത്ത ജില്ലാ പഞ്ചായത്ത് ഈ പണം എന്തിനുപയോഗിക്കുന്നു എന്നത് അവ്യക്തമാണ്. നമ്മളും പഞ്ചായത്തുകളിൽ നിന്ന് വെച്ചാൽ വന്ധീകരണത്തിൻ്റെ കാര്യങ്ങൾ ABCയുടെ കാര്യങ്ങൾ പറയുമ്പോൾ പഞ്ചായത്തുകളിൽ നിന്ന് വരെ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. പണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ ഡോ ക്യാച്ചർ ഫീസ്, നമുക്ക് ലീഗലി ഡോ ക്യാച്ചർ ആയതുകൊണ്ട് ഡോ ക്യാച്ചർ ഫീസ് അവർ വൗച്ചർ ചെയ്ത് കൊടുക്കാൻ പറയും. അതായത് ട്രാൻസ്പോർട്ടിങ് ചാർജ് വൗച്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ പഞ്ചായത്തിലും വൗച്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും പല പഞ്ചായത്തുകളിൽ നിന്ന് ഇപ്പോഴും നമുക്ക് ഒത്തിരി രൂപ നമുക്ക് കിട്ടാൻ കിടപ്പുണ്ട്. തെരുവുനായ ശല്യം അതിരൂക്ഷമായിരുന്ന ഘട്ടത്തിൽ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ABC സെന്റർ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഒരിടത്തും അത് നടപ്പിലായില്ല. ABC സെന്ററുകൾക്കായി എല്ലാ താലൂക്കുകളിലും കെട്ടിടം കണ്ടെത്തിയതാണ്. പക്ഷേ പ്രാദേശികമായുണ്ടായ എതിർപ്പിനെ തുടർന്ന് ഇതൊന്നും നടപ്പിലായില്ല. 2 വർഷം മുമ്പ് ABC പ്രോജക്റ്റ് തുടങ്ങുന്നതിനുള്ള ആലോചനകൾ നടന്നു. അതിൽ 2 ബ്ലോക്കിന് ഒരെണ്ണം വീതം, പിന്നെ തൊടുപുഴയിൽ, പിന്നെ സെൻട്രലായിട്ട് പൈനാവിൽ, അതോടൊപ്പം നെടുങ്കണ്ടം, കുമളി അടക്കമുള്ള മേഖലകളിൽ 4 പ്രോജക്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതൊന്നും തുടങ്ങാൻ പറ്റിയിട്ടില്ല. ജില്ലാ ആസ്ഥാനമായ പൈനാവിൽ ഈ മാസം പുതിയ ABC സെന്ററിന് തറക്കല്ലിടാൻ ജില്ലാ പഞ്ചായത്ത് ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുന്നതുവരെ തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്.